എല്ലാവർക്കും ഫാബ് കുക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അലീന മനോജ്. ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് മമ്പാട്, നിലമ്പൂർ, മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് കേട്ടോ. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് ഇങ്ങനെ വീണ്ടും പറയാൻ പറ്റി ഫാബ് കുക്ക് കളക്ഷനിലേക്ക് സ്വാഗതം എന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ തിരിച്ചു കിട്ടി. എൻ്റെ ചാനൽ എന്നല്ല പറയേണ്ടത്, നമ്മുടെ ചാനൽ ഈ ഫാബ് കുക്ക് എന്ന ഫാമിലി നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഹാക്ക് ചെയ്തതിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. കുറേ പേര് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പേര് സേവ് ചെയ്തവർക്കൊക്കെ നമ്മൾ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുള്ളൂ. പേര് സേവ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ടായിരുന്നു നമ്മുടെ വാട്സപ്പ് നമ്പറിലും. അതുപോലെ തന്നെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും കാണാൻ പറ്റിയില്ല. ഇപ്പോഴായിരിക്കും ചിലവരൊക്കെ അറിയുന്നത് ഹാക്ക് ചെയ്തു എന്നുള്ള കാര്യം. ഇതിപ്പോൾ നമുക്ക് കിട്ടിയ, ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും പെട്ടെന്ന്. അതായത് നമുക്ക് വെള്ളിയാഴ്ച പോയി, ഇന്ന് തിങ്കൾ ആയിട്ടുള്ളൂ. അതായത് തിങ്കൾ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ചൊവ്വാഴ്ചയായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. നമുക്കൊരു തിങ്കൾ ഉച്ചയായപ്പോഴത്തേക്കും കിട്ടിയിട്ടുണ്ട്. 3 ദിവസം കൊണ്ട് നമുക്ക് കിട്ടി, കയ്യിൽ കിട്ടി. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എങ്ങനെ എനിക്ക് പറയണമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ആഴ്ച, അതായത് 17 ദിവസം കഴിഞ്ഞാലേ ഇത് തരുള്ളൂ എന്നാണ് നമ്മളിങ്ങനെ മറ്റുള്ളവരുമായിട്ട് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. ഇതുവരെയായിട്ട് ഒരാൾക്ക് പോലും കിട്ടിയിട്ടില്ല അങ്ങനെ. പിന്നെന്താ സൈബർ സെല്ലിന് അങ്ങനെ എന്തോ മാത്രം 8 ദിവസമായിട്ട് അവർക്ക് തന്നെ കിട്ടിയിട്ട്. ആദ്യമായിട്ടാണ് ഈ 3ാമത്തെ ദിവസം ഇങ്ങനെ ഒരു ഹാക്ക് ചെയ്യപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ തിരിച്ചു കിട്ടുന്നത്. ചിലപ്പോൾ തിരിച്ചു കിട്ടാതെയൊക്കെ പോയിട്ടുണ്ടാവാം. അത് ചിലപ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. കാരണം ഈ ഒരു 47.5K, ഒരു 50K, 50,000 പേരുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. കാരണം എങ്ങനെ എനിക്കറിയില്ല. കാരണം ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ് തന്നെ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് വന്നതാണ്. ഇന്ന് വീഡിയോ എടുക്കുന്ന ഒട്ടും പ്രതീക്ഷയില്ല. കാരണം എന്താ വെച്ചാൽ മൺഡേ ആണ്. അപ്പം ഡ്രസ്സ് കണ്ടിട്ട് ആരും ഒന്നും പറയണ്ട. അത് കാരണം അത്ര പോലും നമുക്കൊരു വിശ്വാസമുണ്ട്. നമ്മൾ ഇവിടെ നിന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, രാത്രി എന്നോ പകലെന്നോ. ആർക്കും ഇപ്പോൾ ഈ ഒരു യൂട്യൂബിൽ ചിലപ്പോൾ കാണുന്നവർക്ക് മനസ്സിലാവില്ല ഇതിൻ്റെ പുറകിലുള്ള എഫേർട്ട് എത്രയാണെന്ന്. ചിലർക്ക് അങ്ങനെ നമ്മളിത് കാണുന്നു, യൂട്യൂബ് കണ്ടു, ഓക്കെ ഒരു യൂട്യൂബ് ചാനൽ, നമ്മളിങ്ങനെ മാറ്റി പോകുമ്പോൾ ഒരു യൂട്യൂബ് ചാനൽ കണ്ടു. പക്ഷെ ഇതിൻ്റെ പുറകിൽ എത്ര പേരുടെ പരിശ്രമം ഉണ്ടെന്ന് നമ്മൾ ഇതിൻ്റെ പുറകിലോട്ട് നിന്ന് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ മറ്റുള്ളവർക്ക് ഈ യൂട്യൂബ് ചാനൽ പോയി എന്ന് പറയുമ്പോൾ ഒരു വേദനയോ ഒരു സങ്കടമോ ഒന്നുമില്ല. പക്ഷേ നമുക്കറിയാം നമ്മൾ എത്ര വേദനിച്ചാണ് ഇവിടെ നിൽക്കുന്നതെന്ന് നമുക്ക് കറക്റ്റ് അറിയാം. ഒരു ദിവസം ഈ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതെ ആയി പോകുക എന്ന് പറയുമ്പോൾ വളരെ സങ്കടം എന്ന് വെച്ചാൽ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. കാരണം അങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മളിങ്ങനെ ചെയ്യുന്നു, നമ്മുടെ ലോഗോ തിരിച്ചു വരുന്നു, നമ്മുടെ വീഡിയോസൊക്കെ ഒരു വീഡിയോ പോലും ഇല്ലായിരുന്നു. കണ്ടവർക്ക് അറിയാം, ഒരു വീഡിയോ പോലും ഇല്ലായിരുന്നു. അതൊക്കെ കൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരികയാണ്. പ്രൈവറ്റായി കിടന്നതെല്ലാം പബ്ലിക് ആവുകയാണ് ചെയ്തത്. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് എക്സിന്റെ ലോഗോ, അതായത് നമ്മൾ ഹാക്ക് ചെയ്ത ആൾക്കാരുടെ ലോഗോ ആയിരിക്കും ചിലപ്പോൾ കിടക്കുന്നത്. അത് പേടിക്കണ്ട, അത് അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് സാധനം കിട്ടി. നമുക്ക് വീഡിയോ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് 24 മണിക്കൂർ ചിലപ്പോൾ അവരുടെ ആ ഒരു ലോഗോ കിടക്കും. കാരണം 2 ദിവസം അവരെ കിടന്നതല്ലേ, അതുകൊണ്ട് 24 മണിക്കൂർ ആ ലോഗോ ഉണ്ടാവും. പക്ഷെ ഒന്നും പേടിക്കാൻ, അതായത് നമ്മുടെ കയ്യിലെടുത്ത് വീഡിയോ ഇടുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ദൈവമേ എത്ര സന്തോഷമായി, ചിലപ്പോൾ എങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയില്ല. അമ്മാതിരി സന്തോഷമായിക്കണേ. ഓരോ ആളുകൾ വിളിക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്, എപ്പോഴും വിശ്വസിക്കുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ മേളിലൊരാളുണ്ട്. ആ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പറ്റിയത്, അതായത് പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് ഇനി ബാക്കി കാര്യങ്ങൾ പറയണ്ടേന്ന്. വളരെ സന്തോഷമുണ്ട് ഒത്തിരി. അതായത് നിങ്ങളുടെ ചിലപ്പോൾ നമ്മുടെ ഫാമിലി ഒരു അതായത് ഒരു കുടുംബക്കാർ ബന്ധുക്കാരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വിളിച്ചില്ല എന്നൊക്കെ വരും. ഇങ്ങനെ ഒരു യൂട്യൂബ് പോയി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചില്ല എന്ന് വരും. പക്ഷെ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ആ സങ്കടം എത്രയെന്നറിയാം. അതുപോലെയാണ് നിങ്ങൾ ഓരോരുത്തരും. നമ്മുടെ വീട്ടിലുള്ള ആളെ പോലെയാണ്. സോണി നീ വിഷമിക്കേണ്ട, അല്ലെ മോളെ നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഓരോ ആൾക്കാരും മെസ്സേജ് അയക്കും. എത്ര പേര് വിളിക്കുന്നു എന്നറിയോ. അപ്പോഴാണ് നമുക്കറിയാം ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്നും കണ്ടിട്ട് പോലും ഇല്ല. എന്നിട്ട് വരെ നിങ്ങൾ ഇത്രയും സ്നേഹിക്കുന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കരയാനോ ചിരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല. കാരണം ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന വളരെ സന്തോഷത്തോടെയാണ്. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ബാക്കി ഇനി നമുക്ക് 50K ആവാൻ പോവാണ്. ജസ്റ്റ് ആ ഒരു സമയത്താണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ചാനൽ പോയത്. പക്ഷെ എന്താണ്, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓരോരുത്തർക്ക് വിഷമം, അയ്യോ ഞങ്ങൾ പെരുന്നാൾക്ക് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഇത്രയും കാലം വീഡിയോസ് കണ്ടു, എടുക്കാൻ അന്നൊന്നും പൈസ ഇല്ല, അല്ലെങ്കിൽ എടുക്കാൻ പറ്റായിക, നിങ്ങൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അത് ബക്രീദ് ആകുമ്പോൾ അല്ലെങ്കിൽ പെരുന്നാളാകുമ്പോൾ നമുക്ക് എടുക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇത്രയും കാലം കാത്ത് നിന്ന് ലാസ്റ്റ് ഒരു നിമിഷം ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ പോയപ്പോൾ വളരെ സങ്കടമായി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അവർക്കൊക്കെ എനിക്ക് പറയാനുള്ള തിരിച്ചു വന്ന് നിങ്ങളുടെയൊക്കെ ഒത്തിരി നാളത്തെ പ്രാർത്ഥന അല്ലെങ്കിൽ നിങ്ങളൊക്കെ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് പടച്ചോൻ തന്നതായിരിക്കും, ഇവിടുന്ന് തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞ് പടച്ചോൻ തരുന്നതായിരിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെ വളരെ നന്ദി. ഒരു വീട്ടിലെ ഒരു മെമ്പർ, അത് ഞങ്ങളെ വീട്ടിലുള്ള ആളായപ്പോൾ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും വിളിച്ച് സംസാരിക്കുന്നത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ചിലപ്പോൾ പേരെന്താന്ന് പോലും അറിയില്ല, എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ വെള്ളിയാഴ്ച എടുത്തൊരു വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അതായത് നമുക്കൊരു ചാനലും കൂടെ, ചിലവരൊക്കെ ഇപ്പോഴായിരിക്കും അറിയുന്നത്, നമ്മളൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്, ഫാബ് കുക്ക് ബൈ സോണി മനോജ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലും കൂടെ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതിനകത്ത് അതായത് ഇന്ന് ഈ വീഡിയോ ഇറങ്ങുമ്പോൾ തന്നെ ഒരു വീഡിയോയും കൂടെ പബ്ലിഷ് ചെയ്യും ആ യൂട്യൂബ് ചാനലിൽ. അത് അടിപൊളിയായിട്ട് ഉള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കാണണം. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അതിലും സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതും കണ്ടപ്പോൾ വളരെ സന്തോഷമായി. നമുക്ക് വിഷമിക്കേണ്ട, നമ്മളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഉയരങ്ങളിലെത്ത്, ഞങ്ങൾ എൻ്റെ കൂടെ എന്ന് പറഞ്ഞാണ് നിങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് ക്ലോത്തുകൾ ബാക്കിയുണ്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേരല്ലേ കണ്ടിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരും നമ്മുടെ ഫാബ് കുക്ക് ബൈ സോണി മനോജ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ ലിങ്ക് അടിയിലുണ്ട് കേട്ടോ. അതിനകത്ത് പോയി സെർച്ച് ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ഇട്ട വീഡിയോ കാണാൻ പറ്റും. അടിപൊളി മെറ്റീരിയൽസ് ആണ്, ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട്. എന്നാലും കുറച്ച് മെറ്റീരിയൽ തീരാനുണ്ട്, അത് നിങ്ങൾ എന്തെങ്കിലും കാണുക, വാങ്ങുക കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോൻ്റെ കൂടെ നമ്മുടെ വെള്ളിയാഴ്ച ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇങ്ങനെ നമ്മുടെ ഇന്ന് ഹാക്കായി പോയത്. ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് നോക്കുമ്പോഴാണ് ഹാക്കായി പോയത്. അപ്പോൾ ആ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഹാക്കിങ്ങിനൊക്കെ എൻ്റെ ബ്രദറൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലൊക്കേഷൻ അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഈ നമ്മളെ പോലെ നമ്മളിപ്പോൾ ഹാക്ക് ചെയ്ത ആൾ ജർമ്മൻ ആ ഒരു ഭാഗത്തെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഈ ലാസ്റ്റ് മിനിറ്റ് എടുത്തുകൊണ്ട് പോകുന്ന രീതിയിൽ വരെ ആയിരുന്നു. പക്ഷെ ആ സമയത്തും എങ്ങനെയാണ്, നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, ആ സമയത്തും നമ്മളെല്ലാവരും കഷ്ടപ്പെട്ട്, അനിയനൊക്കെ വളരെ ഇതായിട്ടാണ്, രാത്രിയൊക്കെയാണ് മെയിൽ വരെ, ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഈ ഒരു 3 ദിവസം എന്ന് പറയുന്നത്. പുറത്തുള്ളവർക്ക് കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ ഏത് സമയം നോക്കിയാലും കമ്പ്യൂട്ടറിനുള്ളിൽ തന്നെ എപ്പോഴാണ് മെയിൽ വരുന്നത്, എപ്പോഴാണ്, ചിലപ്പോൾ ആ സമയത്ത് എങ്ങനെ ഹാക്കേഴ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവർക്കത് പോയി, പിന്നെ നമുക്കില്ല, നമ്മുടെ ചാനൽ പോയി. ഈ 2 വർഷം കൊണ്ട് ഉണ്ടാക്കിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പോകുന്നൊരു സമയമായിരുന്നു. പക്ഷെ എങ്ങനെ അതിനകത്തുനിന്ന് കരകയറി എന്ന് എനിക്ക് ഇന്നും വിശ്വസിക്കാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മുടെ വീഡിയോ ഒക്കെ പബ്ലിക്കായി കഴിഞ്ഞപ്പോൾ പബ്ലിക്കായി ആര് വിളിച്ച് പറയണം, എന്ത് ചെയ്യണം എന്ന് പോലും അറിയാത്തൊരവസ്ഥയായിരുന്നു. ഒത്തിരി പേര് നിങ്ങളുടെ വീഡിയോ പബ്ലിഷ് ആയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചു. വളരെ വളരെ താങ്ക്സ്. അപ്പോൾ ആ വെള്ളിയാഴ്ചത്തെ ഒരു വീഡിയോ നമ്മൾ അന്ന് ഓഫർ റേറ്റിന് വേണ്ടി അടിപൊളി നല്ല കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നമുക്ക് വേറൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്, ഫാബ് കുക്ക് കളക്ഷൻ ബൈ സോണി മനോജ്. അതിനകത്ത് അടിപൊളി ഒരു വീഡിയോ ഈ സമയം തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. അത് കൂടെ നിങ്ങൾ ഈ വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം മാത്രം മറ്റേ വീഡിയോ കാണുക കേട്ടോ. അതിനകത്ത് നിങ്ങൾ നമുക്ക് ഈ ഒരു സന്തോഷം നിങ്ങളിലേക്ക് തരണ്ടേ, അതിന് വേണ്ടിയിട്ട് അതിനകത്തൊരു അടിപൊളി വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടിട്ട് വരൂ. ഫസ്റ്റ് തന്നെ അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മസ്ലിൻ സെറ്റാണ് വൈറ്റില്, ഒരു ഓഫ് വൈറ്റില് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഗ്രീൻ, അതായത് പിസ്ത ഗ്രീന്, അതുപോലെ തന്നെ കോഫി, ഏകദേശം അങ്ങനത്തെ ഒരു കളർ മിക്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. റോസാ പൂക്കള് എപ്പോഴും കൊണ്ടുവരുമ്പോൾ ചോദിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്തെന്ന് പറയുന്നത്, ഈ മസ്ലിൻ എന്ന് പറയുന്നത്. ഇതിന് 44 ആണ് വിഡ്ത്ത് വരുന്നത്. ഇതിന്റെ ഷാളോ നല്ല ഭംഗിയുള്ള ഷാളാണ്, കണ്ടോ, അടിപൊളി ഷാള്. ഞാൻ നിവർത്തി കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിന് വേണ്ടി. അടിപൊളി, കണ്ടോ, ഹായ്, നല്ല രസമുണ്ട് അല്ലേ, എല്ലാവർക്കും ചേരുന്ന ഒരു പ്രിന്റാണ് വന്നിരിക്കുന്നത്. നല്ല ഫ്ലോറിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ, കണ്ടോ. ഈ എപ്പോഴും നമുക്ക് ഒരു മസ്ലിൻ പോലും ബാക്കി വരാറില്ല, കണ്ടോ, നല്ല ഭംഗിയായിട്ട് നല്ല ഗോൾഡൻ ഒക്കെ വന്നിട്ടുണ്ട്. ഫോയിൽ പ്രിന്റ്, നല്ല ഫോയിൽ പ്രിന്റ് ആണ്, പോകില്ല, നല്ല അടിപൊളിയായിട്ടുള്ള കേട്ടോ. ഇതിന് ഷാളിന് വരുന്നത് 280 രൂപയാണ്. നമ്മൾ ടോപ്പിന് മീറ്റർ പ്രൈസ് 160 റുപ്പീസ് ആണ്. ഇനി പ്ലെയിൻ ആയിട്ടുള്ള ബോട്ടാണ് വരുന്നത്, നല്ല പീച്ച് കളർ, കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, അടിപൊളിയായിട്ടുള്ള ക്യൂട്ട് ലുക്ക് ആയിരിക്കും ഈ ഒരു മെറ്റീരിയൽ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ. ഇതിന് റേറ്റ് വരുന്നത് 150 ആണ്. 980 അല്ല, 980 980 റുപ്പീസ്, 980 ആയിരിക്കും നിങ്ങൾക്ക് റേറ്റ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് കണ്ടാലോ, നല്ല ഭംഗിയില്ലേ, എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തില്ല, അടിപൊളിയായിരിക്കും കണ്ടോ. ഷോള് അമ്മ പറയുന്ന പോലെ തന്നെ ടോപ്പ്, ബോട്ടം, ഷാള്. അപ്പൊ എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്യുക. 980 രൂപ ഇതിന് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്ത കളർ നല്ല ഭംഗിയുള്ള, ഇപ്പോൾ ഷോപ്പിൽ വന്നാൽ ചോദിക്കുന്നൊരു കളറാണ് യെല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ യെല്ലോ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഫുൾ യെല്ലോ വേണ്ടാത്തവർക്കായിട്ട്
നല്ല ഭംഗിയുള്ള അതേപോലെ തന്നെ പീച്ചിന് പകരം യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. നല്ല യെല്ലോ, അതുപോലെ തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡ്, പിന്നെ കുറച്ച് ബ്ലാക്ക് കളർ റോസാ പൂക്കൾ ആണ് വന്നിട്ടുള്ളത്. കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ? എടുത്തു നോക്കി, അടിപൊളിയാണ്. ഞാൻ കാണിച്ചു തരാവേ, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടി. കണ്ടോ നല്ല അടിപൊളിയായിരിക്കും. ഇത് സെറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിന് മീറ്റർ റേറ്റ് 160 ആണ് കേട്ടോ, 160. ഇതിന്റെ ഷാള് നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെയുള്ള ഷാളാണ്, അതിന് കളർ ചേഞ്ചിനേ ഉള്ളൂ. ഇത് യെല്ലോ കളറാണ്, കണ്ടോ യെല്ലോ കളറാണ്. ഇതിന്റെ ബോർഡറും യെല്ലോ ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാന്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് എടുത്ത് വിയർ ചെയ്യാൻ തോന്നുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കൊക്കെ വേണ്ടേ, അതിനു വേണ്ടിയാണ് കേട്ടോ ഞാൻ വിയർ ചെയ്യാതെ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് കണ്ടോ നല്ല യെല്ലോ കളർ പാൻറ്റും, അതത് എടുത്ത് കാണിക്കുന്ന യെല്ലോ അല്ല, ഒരു ഭംഗിയുള്ള ഒരു യെല്ലോയാണ്. ചിലർക്ക് കുത്തുന്ന കളറാന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനേക്കാളും കുറച്ചും കൂടി ഇതിനേക്കാളും കുറച്ച് ഡാർക്ക് കളേഴ്സ് ഒക്കെ വന്നാൽ പറയും കുത്തുന്ന കളറാണ്. പക്ഷെ ഇങ്ങനെ ഈ ഒരു കളറ് ലെമൺ യെല്ലോയേക്കാളും കുറച്ചും കൂടി ഡാർക്കാണ്. അപ്പൊ നല്ല കളറായിരിക്കും, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വിയർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഇതിന് റേറ്റ് വരുന്നത് 980 ആണ് റുപ്പീസ്, അതായത് 980 രൂപയാണ് റേറ്റ് വരുന്നത്. അതിനകത്ത് നമുക്ക് 2.5 മീറ്റർ ടോപ്പ് ഉണ്ടാകും, 2 മീറ്റർ പാൻറ് ഉണ്ടാവും, 2.25 ഷാൾ ഉണ്ടാവും. അങ്ങനെയാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞില്ലേ, ഇനി അടിപൊളിയായിട്ടുള്ള വേറെ മെറ്റീരിയൽ നമുക്ക് കാണാം. അടുത്ത നല്ല നമ്മൾ ഓഫർ ചെയ്തു, അയ്യോ കുറേ ഉണ്ട്, കാരണം നിങ്ങൾക്കൊക്കെ വേണ്ടേ, എപ്പോഴും നമ്മൾ ഓഫർ കൊണ്ടുവന്നാലും ആർക്കും തികയാറില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്കൊക്കെ തികയണം. ഒരു 100 മീറ്റർ ഉണ്ട് ഇത്. പക്ഷെ നിങ്ങൾ ചോദിക്കാൻ വൈകരുത്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഡയമണ്ട് ജോർജറ്റ് ആണ്. ഞാൻ പെട്ടെന്ന് പറയാം കേട്ടോ, ഡയമണ്ട് ജോർജറ്റ് ആണ് വരുന്നത്. ഡയമണ്ട് ജോർജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടിയവർക്ക് ലൈനിങ് വെക്കാൻ, വേണ്ടാത്തവർക്ക് ലൈനിങ് വെക്കണ്ട, അത്രയേ ഉള്ളൂ. ടോപ്പ് അടിക്കാം, അബായ പോലെ ഫുൾ ഫ്രോക്ക് അടിക്കാം, എന്ത് വേണേലും അടിക്കാം കേട്ടോ. എന്ത് ചെറിയ ഷർട്ടോ എന്ത് വേണേലും അടിക്കാൻ പറ്റുന്ന നല്ല ക്ലോത്ത് ആണ്. ഇതിന് റേറ്റ് വരുന്നത് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. വെറും 58 റുപ്പീസോളൂ. 58 റുപ്പീസിന് എവിടെയും കിട്ടില്ല. ഇതിന്റെ വിഡ്ത്ത് വരുന്നത് 44 ആണ് കേട്ടോ, 44 ആണ് വിഡ്ത്ത് വരുന്നത്. വെറും 58 റുപ്പീസോളൂ. വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ബെഡ ഓഫർ ആണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് കണ്ടാലോ, അടുത്ത അടിപൊളി നല്ല ഭംഗിയായിട്ടുള്ള ഒരു കോഫി വയലറ്റ് കളറാണ്. ഇതൊരു 100 മീറ്ററോളം ഉണ്ട്. അപ്പൊ നിങ്ങളൊക്കെ പർച്ചേസ് ചെയ്തോളൂ. ഇതേ പോണു, കാരണം 100 മീറ്റർ തന്നെ എന്റെ കൈ കൊണ്ട് എന്തായാലും താങ്ങില്ല. ഇത് വെറും 58 ആണ് വിഡ്ത്ത് വരുന്നത്. നല്ല ഭംഗിയില്ല കണ്ടോ, ഷാളായിട്ടാണെങ്കിൽ ഷാളിന് യൂസ് ചെയ്യാം. അത്ര മീൻസ് കണ്ടോ നല്ല ഭംഗിയായിട്ട് ഷാളാണെങ്കിൽ അവിടെ കിടന്നോളും. നിങ്ങൾക്ക് സാരിക്കാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതുകൊണ്ട് ഒരു വൈറ്റ് ഹക്കോപ്പയും കൊണ്ട് ബ്ലൗസ് അടിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ജാക്കറ്റ് ഇല്ലേ, നമ്മുടെ സാരിക്ക് പറ്റിയ ജാക്കറ്റ് ഒക്കെ അടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇതിന് റേറ്റ് വരുന്നത് അതേപോലെ തന്നെ 58 ആണ്, 44 ആണ് വിഡ്ത്ത് വരുന്നത്. ഇതിന് സാരി ആയിട്ട് യൂസ് ചെയ്യാം, ഫ്രോക്ക് അടിക്കാൻ യൂസ് ചെയ്യാം, വേണമെങ്കിൽ നല്ല അംബർല കട്ടിലൊക്കെ ഫ്രോക്ക് ഒക്കെ അടിച്ച് വളരെ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതിന് ലൈനിങ് വെക്കേണ്ടിവർക്ക് വെക്കാം, നിർബന്ധമില്ല. കുറച്ച് നെല്ലടിക്കുന്ന ക്ലോത്ത് ആണ് കേട്ടോ, നെല്ലടിക്കുന്ന ക്ലോത്ത് ആണ്, കണ്ടോ നെല്ലടിക്കുന്ന ക്ലോത്ത് ആണ്. ഇതിന് വിഡ്ത്ത് വരുന്നത് 44 ആണ്, 58 ആണ് വിഡ്ത്ത് വരുന്നത് കേട്ടോ. ഇത് അടിപൊളി ക്ലോത്ത് ആണ്. ഓഫർ റേറ്റ് ആണ്, പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇതൊരു വയലറ്റ് ബ്രൗൺ കോഫി ഒക്കെ ചേർന്നൊരു കളറാണ് വരുന്നത്. കണ്ടില്ലേ, ഈ ഒരു ക്യാമറയിൽ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നല്ല ഭംഗിയുള്ള ഡെൽറ്റ ക്രഷ് ആണ്. എപ്പോഴും ആർക്കും തികയാത്തൊരു മെറ്റീരിയലാണ് ഈ ഡെൽറ്റ ക്രഷ് എന്ന് പറയുന്നത്. കണ്ടോ ഡെൽറ്റ ക്രഷ് കാണിച്ചു തരാം. നല്ല റോസില് ആഷ് കളറാണ് വരുന്നത്. ആഷ് പിന്നെ കുഞ്ഞു പൂക്കള് വൈറ്റ് ഗ്രീൻ ഒക്കെയാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഫ്രണ്ട് പോർഷൻ, ഇങ്ങനെയാണ്. നല്ല അടിപൊളി ഡെൽറ്റ ക്രഷ് ആണ് വരുന്നത്. ഇതിന് വിഡ്ത്ത് വരുന്നത് 58 ആണ് വിഡ്ത്ത്. 58 ആണ് വിഡ്ത്ത് വരുന്നത്. റേറ്റ് വരുന്നത് 100 റുപ്പീസ് ആണ്. ഈ ഡെൽറ്റ ക്രഷ് എന്ന് പറഞ്ഞാൽ എന്ത് ക്ലോത്ത് ആണ് ചിലവർക്ക് അറിയാത്തതുണ്ട്. മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും അറിയാം എന്താ ഡെൽറ്റ ക്രഷ് എന്ന്, കാരണം കണ്ടിന്യൂസ്ലി നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ അറിയാമായിരിക്കും ഈ ഡെൽറ്റ ക്രഷ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന്. ക്രൈപ്പ് അല്ല, ക്രൈപ്പിൽ നിന്നൊക്കെ വ്യത്യാസമുള്ള ഒരു തുണിയാണ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇതിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല. നമുക്ക് ചൂട് കാലത്തോ അതുപോലെ തന്നെ മഴക്കാലത്തോ ഏത് സീസണിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ്. നല്ലൊരു ക്ലോത്ത് ആണ്, പെട്ടെന്നൊന്നും കേടാവില്ല. അതായത് ഡാമേജ് ആവാത്ത സൈസ് ക്ലോത്ത് ആണ് ഡെൽറ്റ ക്രഷ് എന്ന് പറയുന്ന സംഭവം. പിന്നെ എന്താ പറയുക, ഡെൽറ്റ ക്രഷ് എന്ന് പറഞ്ഞാൽ 58 വിഡ്ത്ത് ഉള്ളതാണ്. നിങ്ങൾ ഏതായാലും യൂസ് ചെയ്യാത്തവരൊന്നും വാങ്ങി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യുന്നവർ ഇപ്പൊ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒത്തിരി ആളുകളുണ്ട്, അവർക്കൊക്കെ അറിയായിരിക്കും. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഒത്തിരി പേര് വാങ്ങുന്നുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കി. ഇതുവരെയായിട്ടും ഡെൽറ്റ ക്രഷ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ, കാരണം കുറച്ചുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ചില തികയാതൊക്കെ വരും. ഇതിന് റേറ്റ് വരുന്നത് 100 റുപ്പീസ് ആണ് കേട്ടോ. ഇനി അതിൻ്റെ തന്നെ ബ്ലാക്ക് സെയിം തന്നെ മറ്റേ ഒരു പിങ്ക് റോസ് ഷെയ്ഡിലായിരുന്നു. ഇത് ബ്ലാക്ക് ഷെയ്ഡിൽ ആഷ് വൈറ്റ് ഒക്കെ കളറാണ് വരുന്നത്. ഇത് കണ്ടോ,
നല്ല ഭംഗിയിൽ ബ്ലാക്ക് ആണ്, പ്യുവർ ബ്ലാക്ക് ആണ്. ഡെൽറ്റ ക്രഷ് ആണ് കേട്ടോ സംഭവം. ഡെൽറ്റ ക്രഷ് ആണ്. നല്ല അടിപൊളി റോസാപ്പൂക്കൾ, വൈറ്റും ആഷ് കളറാണ്. അതുപോലെ തന്നെ വൈറ്റിൽ ഒരു റോസ് കളറൊക്കെയാണ് ഇത് വരുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന കളർ തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്. ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ. ഡെൽറ്റ ക്രഷ് തികയാത്തൊരു ക്ലോത്ത് ആണ്. പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ. നിങ്ങൾക്ക് എന്തടിക്കാം, ഫ്രോക്ക് അടിക്കാം, അബായ അടിക്കാം, എന്ത് വേണേലും അടിക്കാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് ഈ ഡെൽറ്റ ക്രഷ് എന്ന് പറയുന്ന സംഭവം. ഇനി അടിപൊളിയായിട്ടില്ല നമ്മുടെ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടോ. അടിപൊളി, എന്ത് രസമാണോ കാണാന്. ഇതെന്താണെന്ന് അറിയോ? ഒന്ന് ഗസ് ചെയ്യോ? ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ ജെന്റിൽമാൻ ആണ്. അടിപൊളിയായിട്ടുള്ള റെഡ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഒരു ജെന്റിൽമാൻ ആണ്. ജെന്റിൽമാനിൽ വൈറ്റ് ചിക്കും ഒക്കെ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കണ്ടോ. നല്ല അടിപൊളിയാണ്. ഡെൽറ്റ ക്രഷ് എന്ന് പറയുന്ന സംഭവം. ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ഡെൽറ്റ ക്രഷ് എന്താന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. ഡയമണ്ടിന്റെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ഇതിന് വരുന്നത് 58 ആണ് വിഡ്ത്ത് വരുന്നത്. റേറ്റ് വരുന്നത് വെറും 100 rupees ആണ്. ഓഫർ റേറ്റ് ആണ്. വളരെ റേറ്റ് ഉള്ള ഒരു സാധനമാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി നമ്മൾ ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇനി അത് തന്നെ ജെന്റിൽമാന് റെഡ് മെറൂണിലാണ് ഇത് വരുന്നത്. ഇത് മെറൂണിൽ വൈറ്റ് പൂക്കളാണ്. ഒരു ഡാമേജ് ഒന്നും വരാത്തൊരു മെറ്റീരിയൽ ആണ് ഈ ഡെൽറ്റ ക്രഷ് എന്ന് പറയുന്നത്. നല്ല എൻക്വയറി ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണിച്ച ഡെൽറ്റ ക്രഷ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഏതായാലും ചോദിച്ചു നോക്കൂ. ചിലപ്പോൾ ബാക്കി വന്നാൽ നിങ്ങൾക്കൊക്കെ തരുന്നതാണ്. നിങ്ങൾ ഏതായാലും ചോദിച്ചു നോക്കൂ. ചിലപ്പോൾ കട്ടിങ് കഴിയുമ്പോഴൊക്കെ തുള്ളി എങ്ങനെ ബാക്കി വന്നാൽ ചിലപ്പോൾ കിട്ടിയാലോ. അപ്പോൾ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ. ചിലവർക്ക് കിട്ടാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഏതായാലും ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നിലവിൽ കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ചിലപ്പോൾ 1-2 മീറ്ററൊക്കെ കട്ടിങ് കഴിയുമ്പോൾ ബാലൻസ് വരാറുണ്ട്. അങ്ങനെ ചിലപ്പോൾ അത് നമ്മൾ ആർക്കെങ്കിലും ലാസ്റ്റ് ചോദിക്കുന്ന ആൾക്ക് കൊടുക്കാറാണ് പതിവ്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയാലോ, നിങ്ങൾ ചോദിച്ചു നോക്കൂ കേട്ടോ. കഴിഞ്ഞ ആഴ്ചത്തെ ഡെൽറ്റ ക്രഷ് കഴിഞ്ഞ ആഴ്ചത്തെ ജെന്റിൽമാന്, അതുപോലെ തന്നെ ഈ ആഴ്ചത്തെ ജെന്റിൽമാൻ ഈ ആഴ്ചത്തെ ജെന്റിൽമാൻ അടിപൊളിയായിട്ടുണ്ട്. നല്ല മെറൂണില് വൈറ്റ് ഡോട്ടാണ്. കുറച്ച് വലിയ ഡോട്ടാണ്. നല്ല ഭംഗി ഉണ്ടാവും. അതുകൊണ്ടൊക്കെ ഫ്രോക്ക് അടിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ കോഡ് സെറ്റ് ഒക്കെ അടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് 100 rupees ആണ്. 58 ആണ് വിഡ്ത്ത് വരുന്നത് കേട്ടോ. ഇതും അതേപോലെ തന്നെ വളരെ കൂടുതലുണ്ട്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള റിങ്കിൾ റയോൺ ആണ്. ഞാൻ ഇതൊന്ന് ഓർത്തട്ടെ. ഭയങ്കര ടഫാണ്. കാരണം എത്ര ആൾക്കാർക്ക് വേണം, ഞാൻ കഴിഞ്ഞുപോയി ഗൈസ്. ഇത് നല്ല അടിപൊളി ഗ്രീനിലാണ് വരുന്നത് കണ്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള റിങ്കിൾ റയോൺ ആണ്. ഗ്രീനിലാണ് വരുന്നത്. ഒരു കലങ്കാരി പ്രിന്റ് ഒക്കെ ഇടയിൽ കൂടെ വന്നിട്ട് അങ്ങനെയാണ് ഇതിന്റെ വരുന്നത്. നല്ല ഭംഗി ഉണ്ടാവും. ഇതുകൊണ്ട് കോഡ് സെറ്റോ ചുരിദാറോ അല്ലെങ്കിൽ എന്താ പറയാ ഫുൾ ഫ്രോക്ക് എന്ത് വേണേലും സ്റ്റിച്ച് ചെയ്യാം. ഇതിന് 58 ആണ് വിഡ്ത്ത് വരുന്നത്. 100 rupeesന് ഈ റേറ്റിൽ എവിടെയും കിട്ടില്ല. റിങ്കിൾ റയോൺ ആണ്. നമുക്കറിയാം ഒത്തിരി പേര് നമ്മുടെ നിന്ന് വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. നൈറ്റി ഒക്കെ അടിക്കാനൊക്കെ സൂപ്പർ ആയിരിക്കും ഈ മെറ്റീരിയൽ. 2.5 മീറ്റർ വേണ്ട ഒരു ചുരിദാർ അടിക്കാൻ. കാരണം ഇത് വീതി ഉള്ളതായതുകൊണ്ട് 58 ഉണ്ട് വിഡ്ത്ത്. അപ്പോൾ 2 മീറ്റർ ഒക്കെ മതിയാവും. അടിപൊളിയാവും. ഇതുകൊണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കണ്ടോ. ലൈനിങ്ങിന്റെ ആവശ്യമില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇത്. ചൂട് കാലത്തോ മഴക്കാലത്തോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട് എല്ലാവരുടെ സ്ഥലത്തൊക്കെ മഴ? ഞങ്ങൾക്ക് ഇവിടെ ഇപ്പൊ മഴയൊന്നുമില്ല. 2-3 ദിവസം മുമ്പൊക്കെ കുറച്ച് മഴ പെയ്തു. ഇപ്പൊ ഭയങ്കര ചൂടാണ്. ഇനി അടുത്ത് നല്ല അതേപോലെ തന്നെ റയോൺ ആണ്. ഇന്ന് ലാസ്റ്റ് കാണിക്കുന്ന ക്ലോത്ത് ആണ് നമ്മുടെ നല്ല അമ്മേ. ഇതെങ്ങനെ ഇപ്പോ തിരിച്ചിടുക? ഞാൻ നോക്കട്ടെ. അതെയാ ഓക്കെ. ഇത് കണ്ടോ അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഇതിന്റെ വേറൊരു കളറാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചത്. അത് ഫുള്ള് തീർന്നിട്ടുണ്ട്. 58 ആണ് വിഡ്ത്ത് വരുന്നത് കണ്ടോ. 58 വിഡ്ത്ത് വരുന്നുണ്ട്. 100 rupees ആണ് വരുന്നത്. നല്ല ചിക്കു കളറിൽ നല്ല റെഡ് ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. കൊണ്ട് കിട്ടുപോയി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നിന്ന് റിങ്കിൾ റയോൺ എടുത്ത ആളുകളൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവർ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ഓരോരുത്തർ സ്റ്റിച്ച് ചെയ്തൊക്കെ കാണാന്. അതുപോലെ തന്നെ നമ്മുടെ ക്ലോത്ത് ഇട്ടപ്പോൾ അതിലേറെ ഭംഗിയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതൊക്കെ പർച്ചേസ് ചെയ്യണം. വെറും 100 rupees ഓളം. 58 ആണ് വിഡ്ത്ത് വരുന്നത്. റിങ്കിൾ റയോൺ ആണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട്? നമ്മൾ ഇന്ന് കാണിച്ചതൊക്കെ നല്ല ഓഫർ ആയിട്ടും എല്ലാവർക്കും ആവശ്യമുള്ള ക്ലോത്തുമാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്കിനി വെറും 3K കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായി 50K ഫാമിലി ആയി. അപ്പോൾ ഞാൻ ഏതായാലും ഒരു ജൂൺ 1st വീക്കും കൂടി ഉണ്ടാവും. അത് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങും. അമ്മ വീട് ചെയ്യാൻ വേണ്ടി കയറും. അപ്പൊ ഞാൻ ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ എനിക്കൊരു 3K കൂടെ ആക്കി തരുമോ? ഏതായാലും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എനിക്കൊരു 3K കൂടെ ആക്കി തരണം. ഒത്തിരി ആൾക്കാർ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ വെരി വെരി ബിഗ് താങ്ക്സ്. എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.